ഇതെന്തുവാ ഫാൻസി ഡ്രസ്സാ? ഫാൻസി ഡ്രസ്സാ? എടാ നാളെ കഴിഞ്ഞ സ്വാതന്ത്ര്യ ദിനമാ. ഞാൻ അഹിംസയുടെ പാതയില. ഇന്നലെ എല്ലാരും നീ അടിച്ചു വിറ്റായി ഓടപ്പുറത്ത് നടന്നേ. അത് ഇന്നലെ ഒരു മനുഷ്യന് മാറാൻ 1 മിനിറ്റ് മതി. അയ്യോ ഞാനൊരു കൊലകാരനായടാ. ഒരു ഉറുമ്പിനെ ചവിട്ടി അത് മരിച്ചു കാണത്തില്ലടാ. ഇപ്പം ഇനി ഇവിടെ നിന്ന് നീ താളം അടിച്ചാ നീ കരയും. എടാ നീ ഒരു കൊലകാരനായല്ലോടാ. അത് നിന്റെ അടുത്ത് എന്ത് തെറ്റ് ചെയ്തടാ? പാവം കൊതുക്. പിന്നെ കൊതുക് അടിച്ചാ പിന്നെ കൊല്ലണ്ട്. ആ കൊതുകിന് ഒരു കുടുംബം ഉണ്ടെങ്കിൽ അതിനും ജീവിക്കണ്ടേ? അതിന് ഇവിടെ ജീവിക്കാൻ സ്വാതന്ത്ര്യമില്ലേ? ഇനി നീ മിണ്ടിയല്ല, നിന്നെ ഇവിടുന്ന് കിറ്റിന്റെ അടിക്കും. കിറ്റിന്റെയുടെ കാര്യം പറഞ്ഞപ്പോഴാ അങ്ങ് 1947 കാലഘട്ടത്തിൽ ഗാന്ധിജി ബ്രിട്ടീഷുകാരെ ഓട്ടിക്കുമ്പോൾ ഞങ്ങൾ ഉപ്പാപ്പ അതുവഴി പോയിരുന്നടാ. നിങ്ങളെ ലോട്ടറി വിൽക്കാൻ പോണ ഉപ്പാപ്പ. അത് തന്നെ അബ്ബാസ് ഉപ്പാപ്പ. അന്ന് ഞങ്ങൾ ഉപ്പാപ്പക്ക് 1 വയസ്സായിരുന്നു. 1 വയസ്സിൽ ഉപ്പാപ്പ ഗാന്ധിജിയെ കണ്ട് കൊള്ളാം, വിശ്വസിച്ച്. എടാ അന്നത്തെ 1 വയസ്സെന്ന് പറയുന്നത് ഈ ഒരു വലിപ്പം വരും. ഇന്നത്തെ 10 വയസ്സിന് സമോ. എന്തൊക്കെ പറഞ്ഞാലും ഉണ്ടല്ലോ ഇവന് 3 പേരെ കട്ടുണ്ട്. ഗാന്ധിജിയുടെ കണ്ണാടി, നെഹ്റുയുടെ തൊപ്പി, സുഭാഷ് ചന്ദ്രബോസിന്റെ ബോഡി. സത്യം പറ, എന്തിനാ നീ വേഷം കിട്ടിയ? അത് പിന്നെ ഗാന്ധിജിയുടെ പേര് പറഞ്ഞു, നിനക്ക് അത് പറയാൻ യോഗ്യതയില്ല. നീ എന്തിനാണ് ഈ ഡ്രസ് ഇട്ടുകൊണ്ട് നടക്കുന്നത്? അടെ ഈ വേഷം കെട്ടി അംഗനവാടി പോയി നിന്നാ 500 തരാന്ന് പറഞ്ഞു. ഞാൻ വിചാരിച്ചു വൈകിട്ടത്തേക്ക് വെള്ളം അടിക്കാൻ കാശാവില്ലെന്ന് വെച്ച് പോയതാ. അയ്യോ അന്തസ്സുണ്ടോ നിനക്ക്? ഞങ്ങളും കൂടെ വിളി കളിയാ. ഞാൻ അബ്ദുൽ കലാം ആവാം.